ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസിലെ മൂന്നാം മത്സരത്തിനായിട്ട് ഇന്ത്യയും ഇംഗ്ലണ്ടും തയ്യാറെടുക്കുകയാണ്. ഈ ഒരു മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രിവ്യൂ ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ആദ്യ ഓപ്പണറിൽ, അതായത് ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ട് ജയിച്ചു, രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ജയിച്ചു, സീരീസ് ഇങ്ങനെ ടൈ ആയി നിൽക്കുകയാണ്. മൂന്നാം മത്സരത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ടീമിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതോടൊപ്പം തന്നെ ടീമിലെ കോമ്പിനേഷൻസ് ഒക്കെ എന്താവുമെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സോ ആദ്യം ഇന്ത്യയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്ത്യൻ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങൾ നമുക്ക് സ്ക്വാഡിൽ കാണാം. KL രാഹുലിന് മാച്ച് മിസ്സാകും, പകരം തേർഡ് ടെസ്റ്റിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ദേവദത്ത് പടിക്കലാണ്. അതോടൊപ്പം തന്നെ രവീന്ദ്ര ജഡേജ തിരിച്ചു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശ്രേയസ് അയ്യർ പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ സ്ക്വാഡിൽ അല്ലെങ്കിൽ 11 ഒരുപാട് ചേഞ്ചുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. സോ ഓപ്പണിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രോഹിത് ശർമ്മ, ജയ്സ്വാൾ കൂട്ടുകെട്ട് തന്നെയായിരിക്കും അവിടെ വരിക. വൺ ഡൗൺ ആയിട്ട് ഗില്ലായിരിക്കും വരിക. എന്തായാലും ഗില്ലിൻ്റെയും അതോടൊപ്പം തന്നെ ജയ്സ്വാളിൻ്റെയും ഫോമിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറി അടിച്ച് ഗില്ലൊരു തിരിച്ചുവരവ് അറിയിച്ചിരുന്നു. ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെയധികം നന്നായിരിക്കും. രോഹിത് ശർമ്മയുടെ ഭാഗത്തുനിന്നും ഒരു മെച്ചുവേർഡായിട്ടുള്ള ഇന്നിങ്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. യശസ്വി ജയ്സ്വാളിനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലയിൽ തന്നെ അഴിഞ്ഞാടാൻ വിടുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നുണ്ട്. ആൻഡ് അതിനുശേഷമാണ് ചേഞ്ചുകൾ വരുന്നത്. ഡെബ്യൂട്ട് മാച്ച് ചിലപ്പോൾ സർഫറാസ് ഖാൻ നാളെ കളിച്ചേക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. KL രാഹുലിൻ്റെയും അതോടൊപ്പം തന്നെ ശ്രേയസ് അയ്യരുടെയും അഭാവം ആ ഒരു മിഡിലുള്ളത് കൊണ്ട് തന്നെ അവിടെ ദേവദത്ത് പടിക്കലാണ് പകരം KL രാഹുലിനായി സെലക്ട് ചെയ്യപ്പെട്ടതെങ്കിലും അവിടെ കൂടുതലും സാധ്യതകൾ നിൽക്കുന്ന സർഫറാസ് ഖാനാണ്. അതോടൊപ്പം തന്നെ രജത് പട്ടിദാറും അവിടെ ഉണ്ടാകും, ശ്രേയസ് അയ്യർ ഇല്ലാത്തതുകൊണ്ട്. ശ്രേയസ് അയ്യറിനും KL രാഹുലിനും പകരമായിട്ട് നമ്മളവിടെ വരാൻ സാധ്യതകൾ കൂടുതലും രജത് പട്ടിദാറും അതോടൊപ്പം തന്നെ സർഫറാസ് ഖാനാണ്. അതോടൊപ്പം തന്നെ വേറെ ചേഞ്ചുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തും ഒരു ചേഞ്ച് വരാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും മത്സരങ്ങൾ അവസരം കിട്ടിയിട്ടും, ഈവൻ ഹോം മത്സരങ്ങളിൽ പോലും അവസരം കിട്ടിയിട്ടും കാര്യമായിട്ടൊന്നും പ്രൂവ് ചെയ്യാൻ സാധിക്കാതെ വരികയും അതോടൊപ്പം തന്നെ 50 പോലും സ്കോർ ചെയ്യാൻ സാധിക്കാതെ വരികയും ഒരു ഇമ്പാക്ട്ഫുൾ നോക്ക് പോലും നടത്താൻ സാധിക്കാതെ വരികയും ചെയ്ത വിക്കറ്റ് കീപ്പറായിട്ടുള്ള KS ഭരത്തിനെ മാറ്റി പകരം അവിടെ ധ്രുവ് ജൂറിൽ വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. ബാറ്റിംഗ് സൈഡിൽ ഒരുപാട് ചേഞ്ചുകൾ ഉണ്ടെങ്കിലും ബോളിംഗ് സൈഡിൽ കാര്യമായിട്ടുള്ള ചേഞ്ചുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. എന്തായാലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രണ്ടാം മത്സരം മിസ്സായിട്ടുണ്ടായിരുന്ന ഹാംസ്ട്രിങ് മൂലം രവീന്ദ്ര ജഡേജ തിരിച്ചുകൊണ്ട് ടീമിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമേകുന്ന ഒരു കാര്യം തന്നെയാണ്. രവീന്ദ്ര ജഡേജ തിരിച്ചു വരുന്നതോടെ തന്നെ ആ ഒരു ബോളിംഗ് ലൈനപ്പിലും അതോടൊപ്പം തന്നെ ബാറ്റിംഗ് ലൈനപ്പിലും വലിയൊരു ഡെപ്ത് കൂട്ടാൻ സാധിക്കും. ജഡേജ, അശ്വിൻ, അക്സർ പട്ടേൽ എന്നിവർ തന്നെയായിരിക്കും 3 സ്പിന്നർമാരായിട്ട് ഇന്ത്യ യൂസ് ചെയ്യാൻ സാധ്യതകൾ കൂടുതൽ. 2 പേസ് ബോളർമാരായിട്ട് അവിടെ സിറാജും ബൂംറയും തന്നെ വരാനാണ് സാധ്യതകൾ കൂടുതൽ. സോ ഇതായിരിക്കും ഒരു പ്രോബബിൾ 11 എന്ന് പറഞ്ഞാൽ, അതായത് രോഹിത് ശർമ്മ, യശസ്വി ജയ്സ്വാൾ, ഗില്ല്, രജത് പട്ടിദാർ, സർഫറാസ് ഖാൻ, ധ്രുവ് ജൂറൽ, ജഡേജ, അക്സർ പട്ടേൽ, അശ്വിൻ, ബൂംറ ആൻഡ് സിറാജ്. ഈ ഒരു 11 പേരായിരിക്കും 11 വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത. ആൻഡ് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റിംഗ് സൈഡിലാണ് അത് അഭിമുഖീകരിക്കേണ്ടി വരിക. കാരണം ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് താരങ്ങൾ ഈ ഒരു 11 അതിനെ എങ്ങനെ മറികടന്ന് ഇന്ത്യ കളിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ബോളിംഗ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും സ്പിന്നേഴ്സിനെ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാൻ കാരണം രാജ്കോട്ടിലെ പിച്ച് എന്ന് പറയുന്നത് അല്പം സ്ലോ ടേണറായിരിക്കും. കൂടുതലും സ്പിന്നർമാർക്ക് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള പിച്ച് തന്നെ തയ്യാറാക്കാനാണ് സാധ്യതകൾ വളരെ കൂടുതൽ. അങ്ങനെ വരുമ്പോൾ തന്നെ 3 സ്പിന്നർമാരായിട്ടുള്ള ജഡേജ, അക്സർ പട്ടേൽ, അശ്വിൻ എന്നിവർ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ പേസ് ബോളർമാരായിട്ടുള്ള ബൂംറ, സിറാജ് എന്നിവർ വിക്കറ്റ് ടേക്ക് ചെയ്യണമെങ്കിൽ അല്പം എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് വരേണ്ടി വരും. ആൻഡ് ഇംഗ്ലണ്ട് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ജാക്ക് ലീച്ചിന് ഈ ഒരു സീരീസ് മിസ്സാവും അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി മൂലം. അങ്ങനെ വരുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, എക്സ്പീരിയൻസ് ബോളേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്പം പ്രശ്നങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും പൊത്തുവരുത്തം ഉള്ള ഒരു സ്ക്വാഡ് തന്നെയാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. ബാറ്റിംഗ് സൈഡിൽ അവർ ഓപ്പണിംഗ് സൈഡാണ് എനിക്ക് കുറച്ചുകൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. കുറച്ചുകൂടി നല്ലൊരു സ്റ്റാർട്ട് കിട്ടാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് അവരുടെ ആ ഒരു ഓപ്പണിംഗ് സൈഡിൽ. ആ ഒരു വിക്കറ്റ് ടേക്ക് ചെയ്യുക എന്ന് പറയുന്നത് അല്പം ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യം തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. എന്തായാലും ബാസ് ബോളിൽ നിന്ന് വിട്ട് അവരൊരു വേറൊരു ടൈപ്പ് ഓഫ് ഗെയിം കളിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. അപ്പോൾ എന്തായാലും ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു മാച്ചിനെ കുറിച്ച്. എന്തായാലും എനിക്ക് തോന്നുന്നു ഇന്ത്യയേക്കാൾ ഒരു പടി മുകളിൽ ഇംഗ്ലണ്ടിന് എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു ബാറ്റിംഗ് സൈഡിലെ എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളാണ്. നമ്മുടെ ബാറ്റിംഗ് സൈഡ് അല്പം പ്രശ്നങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ഇൻഎക്സ്പീരിയൻസ് വെച്ചിട്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെച്ചാലും കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ പ്രിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ പറയുക. ബൈ ഗൈസ്.